മരണത്തെ ഇറ്റ്സ് എൻ എറി സൈറ്റ്. മരണം ഓട്ടോപ്സി എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എറി സൈറ്റ്. ഒരു ഭീകരമായ അല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കാണാനും അത് പെരുമാറാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാൻ ആദ്യമായിട്ടൊരു മയ്യത്ത് കുളിപ്പിക്കുന്നത് എൻ്റെ ഉപ്പാൻ്റെ മയ്യത്താണ് 1993. ഞാൻ കൊടവണ്ടി അമീത്, മഞ്ചേരി ചന്തപൂരിലാണ് താമസം. ഏതാണ്ട് 23 വർഷത്തോളമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചയുടെ പരിസരത്ത് വിവിധ സേവന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയായത് 2013-ലാണ്. ഞാൻ മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിരുന്നു. അന്നത്തെ ജില്ലാ ആശുപത്രി, ഇന്നത്തെ മെഡിക്കൽ കോളേജിൻ്റെ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് അന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വാർഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽപ്പെട്ടുകൊണ്ട് മരിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരിയിലേക്ക് മുനിസിപ്പാലിറ്റിയിൽ എത്തുമ്പോൾ അവ കുളിപ്പിച്ച് തരുമെന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും എന്നെ സമീപിക്കാറുണ്ടായിരുന്നു. അങ്ങനെ 2002-ലാണ് ആശുപത്രിയിൽ ഈ സേവനവുമായി ഞാൻ രംഗത്ത് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 23 വർഷത്തോളമായി ഒരു ദിവസം പരമാവധി എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആയുസ്സിൻ്റെ ഭൂരിഭാഗം സമയം ചെലവഴിച്ചിട്ടുള്ളത് ഈ മോർച്ചയുടെ പരിസരത്താണ്. രജിസ്ട്രേഷൻ ടേബിളിൻ്റെ മുകളിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഓർഗാൻസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കും. ഇതിൻ്റെ മുകളിലാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. പിന്നെ ഇത് പറഞ്ഞാൽ കഴുത്ത് പൊന്തി നിൽക്കാൻ ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുറകുവശം പുറത്ത് വെക്കുന്നുണ്ട്. പുറത്ത് പറഞ്ഞാൽ കഴുത്ത് വഴങ്ങി നിൽക്കാനുണ്ട്. അതേമാതിരി ഇത് തല നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തല തുറക്കുന്നു. തല ഇതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടാണ് തല തുറക്കുക. പിന്നെ ഇത് പറഞ്ഞാൽ ഒരു ഹാമർ ഇത് അതൊക്കെ അടിച്ചിട്ടാണ് തല. ആരുടെ ശരീരമായാലും ശരി, ഒരു തൊട്ടടുത്ത് ഉള്ള സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബന്ധുവിൻ്റെ അല്ല, മറ്റ് അപരിചിതൻ്റെ ഒരു മൃതദേഹം പോലും വളരെ കമ്പാഷനേറ്റ് ആയിട്ട്, ഒരു സാധാരണ പറയുക, ഒരു കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഹ്യൂമൻ ബീയിങ് മസ്റ്റ് ഹാവ് ഉണ്ടാവേണ്ട ഒരു സംഭവം. ലിവിങ് പേഴ്സണോടാണ് നമ്മളിത് പറയുന്നത്. അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് ഡെഡ് ബോഡിയോടെടുത്തും എവറി ടിഷ്യൂ റെസ്പെക്റ്റോടു കൂടി അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ബഹുമാനം കൊടുത്തുകൊണ്ട് ആ ശരീരത്തിൻ്റെ ബാക്കി മരണാനന്തര പ്രക്രിയകൾ ഓട്ടോപ്സി കൊടുത്ത് കഴിഞ്ഞ് കൊടുക്കുന്ന ബോഡിക്ക് കൊടുക്കാനുള്ള എല്ലാ ഒരു സന്മനസ്, അതായത് നമ്മളുടെ ബിയോണ്ട് അവർ ഡീഡ്സ്, ഒരു മനുഷ്യൻ്റെ നമ്മളുടെ ഒരു സെൽഫിഷ് ഭാഗത്തു നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സ്, അത് ഹമീദ് നമ്മളെ നിന്നും എല്ലാവരിൽ നിന്നും ഒരു വേറിട്ട ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്, എനിക്കത് പറഞ്ഞ് പൂർണ്ണമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ആരാണ് അയക്കുക എന്നാണ് ഞാൻ ആദ്യം ചിന്തിക്കാറുള്ളത്. കാരണം ഒരുപാട് ആളുകളുടെ ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലെ പോലും 3 പേരുടെ വസ്ത്രം ഞാൻ ബ്ലേഡ് വെച്ച് കീറിയിട്ടാണ്
ഇംഗ്ലീഷ് തമിഴ് സഹകരിച്ചിട്ടുള്ളത്. പറയാനുള്ള കാരണം നമ്മൾ ഒരു വസ്ത്രമെടുത്ത് ഇറങ്ങുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ബട്ടൺസ് അയക്കാൻ പോലും നമുക്ക് സമയം കിട്ടുവാൻ ചിലപ്പോൾ സമയം ഉണ്ടായിക്കൊണ്ടില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ബട്ടൺസ് അയക്കുന്നത് മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളൊക്കെ ഒരു ബൈക്കോ അല്ലെങ്കിൽ വാഹനമോ കിട്ടിയാൽ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ ഓർക്കുക, ഇങ്ങനത്തെ സംഗതികൾ നമ്മൾ മുമ്പിൽ വരാറുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കണമെന്നാണ് പറയുന്നത്. സേവന പ്രവർത്തനങ്ങൾക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ കണ്ണിൽ നിന്ന് മായാത്തതുമായ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നിയുടെ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് കവളപ്പാറ ദുരന്തമായിരുന്നു. കവളപ്പാറയിൽ ഏതാണ്ട് 60 ആളുകളാണ് മണ്ണിനടിയിൽ പോയിരുന്നത്. അതിൽ 49 പേരുടെ മൃതശരീരങ്ങളാണ് അവിടെ 14 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ കണ്ടെത്താനായിട്ടുള്ളത്. ഇന്നും 11 പേർ അവിടെ മണ്ണിനടിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നമ്മൾ പൂർത്തീകരിച്ചത് പോത്തുകല്ലിലുള്ള ഒരു മുസ്ലിം പള്ളിയിൽ വെച്ചായിരുന്നു. ആ 36 എണ്ണത്തിൽ 29 മൃതശരീരങ്ങളെയും കഴുകി വൃത്തിയാക്കിക്കൊണ്ട്, കാരണം ദിവസങ്ങളോളം ചളിയിലും വെള്ളത്തിലും വളർന്നുകൊണ്ട് വികൃതമായ 2-3 കഷ്ണങ്ങളായിട്ടുള്ള മൃതശരീരങ്ങളായിരുന്നു അവിടെ എത്തിയിരുന്നത്. അവ കഴുകി വൃത്തിയാക്കി ബന്ധുക്കൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്യുവാൻ മുഖം നോക്കിയോ ശരീരം നോക്കിയോ ഒരിക്കലും തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല അവയൊന്നും. അവ തിരിച്ചറിയുന്നത് വസ്ത്രങ്ങൾ നോക്കി, കയ്യിലെ ആഭരണങ്ങൾ നോക്കി, കയ്യിൽ ചരട് നോക്കി, ഇതൊക്കെയായിരുന്നു തിരിച്ചറിയുന്ന അടയാളങ്ങൾ. അവ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മൃതശരീരങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാ ചരടുകളും കഴിഞ്ഞിട്ട് വേണം ബന്ധുക്കൾ തിരിച്ചറിയാൻ. നമുക്കറിയാം, ആ ആളുകളെല്ലാം, മരണപ്പെട്ട ആളുകളെല്ലാം, അല്ലെങ്കിൽ ഇന്നും ഇന്നും ലഭിക്കാത്ത മണ്ണിനാൽ കഴിയുന്ന ആളുകളെല്ലാം തലേന്ന് കിടന്നുറങ്ങുമ്പോൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടിയുള്ള ആളുകളായിരുന്നു. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. കാരണം ഏത് നിമിഷമാണ് നമ്മളൊക്കെ ഇത്തരത്തിൽ ദുരന്തങ്ങൾ വന്നു വീഴുക നമുക്കൊരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ മറ്റനുഭവമായിരുന്നു ഇപ്പം ഈ അടുത്ത കാലത്ത് വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം. ആ ദുരന്തത്തിൽപ്പെട്ട 112ഓളം ചെറുതും വലുതും മനുഷ്യ ശരീരങ്ങളുടെ ഇറങ്ങിയിട്ടുള്ള മൃതശരീരങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരിക്കലും കണ്ണിൽ നിന്ന് മായാത്ത, ഇന്നും മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. മറ്റുള്ള അനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മനുഷ്യൻ എത്രമാത്രം ക്രൂരന്മാരാണെന്നുള്ളത് പറയേണ്ട കാര്യമാണ്. കാരണം ജനിച്ച കുട്ടിയെ 3 ദിവസം കഴിയുമ്പോഴത്തേക്കും പ്രസവിച്ച മാതാവ് സ്വന്തം കുട്ടിയെ വീടിൻ്റെ പുറകുവശത്ത് കുഴിച്ചിട്ട് ആ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് സാക്ഷിയാകാൻ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ മാതാവിന് ആ കുട്ടിയെ വേണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജീവിക്കുവാൻ എന്തെല്ലാം വഴികൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ കുട്ടിയെ ഏറ്റെടുക്കുവാൻ എത്രയോ ആളുകളുടെ കാത്തു നിൽക്കുകയാണ്. അതിന് പോലും അവസരം കൊടുക്കാതെ ആ കുട്ടിക്ക് ജീവിക്കാൻ അനുവദിക്കാതെ കുഴിച്ചു മൂടുക എന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ തൊലിക്കട്ടി ശ്രമത്താണ് ആലോചിക്കേണ്ടത്. രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ മകളെ സ്വന്തം അച്ഛൻ മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ എത്രമാത്രം ക്രൂരനാണ് മനുഷ്യൻ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ എന്താ ഒരു അനുഭവം നമുക്ക് ഒരുപാടായിട്ടുണ്ട്. സ്വന്തം ഭാര്യയെയും മകളെയും ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് ആ ഓട്ടോറിക്ഷ 2 ഭാഗത്ത് ലോക്ക് ചെയ്തുകൊണ്ട് അതിനകത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊണ്ട് കൊല്ലുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ക്രൂരനാണ് മനുഷ്യൻ എന്നുള്ളത്.
ഇതുപോലത്തെ അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിൽ മാഞ്ഞു പോകാതെ മനസ്സിലൊരു ഞാൻ റിയാസ് ബാബു, മഞ്ചേരി തുറക്കലാണ് വീട്. ഞാൻ അമീതക്കാനായിട്ട് ഒരു 2018 മുതൽ 18 ലാസ്റ്റിലാണ് ഞാൻ പരിചയപ്പെടുന്നത്. അവിടുന്ന് മയ്യത്ത് പരിപാലനമായിട്ടാണ് ഫസ്റ്റ് കാണുന്നത്. പിന്നെ അവിടെ അങ്ങോട്ട് 2025 ഫെബ്രുവരി വരെ, അതായത് ജനുവരി വരെ ഫുൾ ടൈം കൂടെ ഉണ്ട്. കുറേ കാലം മഞ്ചേരി മെഡിക്കൽ കോളേജ് സേവനങ്ങളായിട്ടും അതുപോലെ ഇതിപ്പോൾ ഞങ്ങൾ 4 മാസത്തോളമായി ഇഹ്സാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് ഇതിൽ എല്ലാവിധ എക്യൂപ്മെൻസുകളും ഇവിടുത്തെ ഓഫീസ് മാനേജറായിട്ട് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അമീർഖാൻ്റെ കൂടെ ആയിട്ട് തന്നെ ഇപ്പോൾ ഞാൻ ഏകദേശം 6-7 വർഷത്തോളമായി. അതിലൊരുപാട് സേവനങ്ങൾ നമ്മൾ അമീതാക്കാൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഒരുപാട് സംഗതികൾ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡികളാണെങ്കിലും പല സംഗതികൾ പഠിക്കുന്നത് തന്നെ അമീതാക്കാനെ കണ്ടിട്ടാണ് പഠിക്കുന്നത്. വ്യക്തമായിട്ട് മുമ്പരെല്ലാം വ്യക്തമായിട്ട് നമുക്ക് കാണിച്ച് എല്ലാ സംഗതികളും വ്യക്തമായിട്ട് കാണിച്ചു തരും. അങ്ങനെ അതിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ കംപ്ലീറ്റ് അമീതാക്കാൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ അമീതാക്ക എന്ന് പറഞ്ഞാൽ ഒരു 17-18 വർഷത്തോളമായിട്ട് സ്ഥിരമായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലും മോർച്ചറി ഡിപ്പാർട്ട്മെൻറ്റിൽ അമീർക്ക വേണം അവിടെ പറയാൻ. കാരണം നമ്മളെ ഇൻക്വസ്റ്റിനാണെങ്കിലും ആദ്യം ഒരു പോലീസ് ഏത് ഭാഗത്തുനിന്ന് മലപ്പുറത്ത് നിന്നാണെങ്കിലും പിന്നെ പെരിന്തൽമണ്ണാണെങ്കിലും വരികയാണെങ്കിൽ ആദ്യം ചോദിക്കുക അമീർഖാനാണ് ചോദിക്കുക. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഭാഗത്തു നിന്ന് ഇവിടെ പോകുന്നത്. പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കുളിപ്പിച്ച് കൊടുക്കുന്നവരെ അമീർക്ക അവിടെ ഉണ്ടാവും. ൊന്നുമില്ല, നമ്മളിങ്ങനെ ചെയ്ത് കൂടെ പോകുന്നല്ല. അതത്ര ഒരു മയ്യത്തും തോന്നു കഴിഞ്ഞാൽ കുളിപ്പിച്ചത് പോവും. പിന്നെ അതിനെ പറ്റിയുള്ള ചിന്തയില്ല. പിന്നെ വേറെ വരുമ്പോൾ വേറെ ചെയ്യും. അല്ലാതെ അത് മനസ്സിൽ വെക്കുക അങ്ങനത്തെ ആയിട്ടുള്ളതൊന്നുമില്ല. അത്ര തന്നെ ഉള്ളതില്ല. ഇത് തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞ് 9ാമത്തെ വർഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെ വീട്ടിൽ പോയി കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ തന്നെ കൊണ്ടാക്കി കൊടുക്കുക. 9ാമത്തെ വർഷത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കാൻ്റെ ഈ ഇതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പരാണ് മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയത്. ഇങ്ങനെ സംരംഭം ഇവിടെ തുടങ്ങാൻ സാധിച്ചതും 9 വർഷമായി അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്നു. 2020 കോവിഡ് കാലത്തും ഞങ്ങളുടെ സംരംഭം നിന്നിട്ടില്ല. അപ്പോഴും ഞങ്ങൾ മാത്രമേ ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഫുൾ ടൈം 24 hours ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പേരുണ്ട്. അത് പ്രത്യേകിച്ച് പറഞ്ഞ വിഭാഗമാണ് മഞ്ചേരിയിലെ ഫോറൻസിക് വിഭാഗം, ഡോക്ടർമാർ, സ്റ്റാഫ്, അതുപോലെ തന്നെ ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ജീവനക്കാർ, അതുപോലെ തന്നെ നാട്ടുകാരും, മഞ്ചേരി വ്യാപാരി സുഹൃത്തുക്കളൊക്കെ. പറയാനുള്ള കാരണം, മറ്റുള്ള ആശുപത്രികളൊക്കെ പോയാൽ പോസ്റ്റ്മോർട്ടം നടത്തി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഈ ബന്ധുക്കൾ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. ബോഡി പാക്ക് ചെയ്യുന്ന ആവശ്യമായ സാധനങ്ങൾ, ബോഡി ഇൻക്വസ്റ്റ് നടത്തുന്ന ആവശ്യമായ സാധനങ്ങൾ, അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഈ ബന്ധപ്പെട്ട ആളുകൾ വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. മഞ്ചേരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം വരുന്ന ആളുകൾക്ക് ഒന്നും പുറമേന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. അവർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഇൻക്വസ്റ്റ് നടത്തുന്ന പൂർത്തിയാക്കുന്ന ആവശ്യമായ സാധനങ്ങൾ, അതുപോലെ തന്നെ ബോഡി പോസ്റ്റ്മോർട്ടം ശേഷം പാക്ക് ചെയ്ത് കൊടുക്കുന്നതിന് അതിനുള്ള സാധനങ്ങൾ, അത് മുസ്ലിം മയ്യത്തുകളാണെങ്കിൽ കഫൻ ചെയ്ത് കൊടുക്കുന്ന ആവശ്യ സാധനങ്ങൾ, ഇതൊക്കെ നല്ലവരായ മഞ്ചേരിയിലെ ആളുകൾ, ഉദാഹരണങ്ങളായ ആളുകളുടെ സഹായം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.
അവിടെ ഞങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് പണമായോ മറ്റു പാരിതോഷികമായോ ഒന്നും ഞങ്ങൾ സ്വീകരിക്കാറില്ല. ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ പല ആളുകളും കയ്യിൽ ചുരുട്ടി പിടിച്ച ഒരു സംഖ്യയുമായിട്ടാണ് ഞങ്ങളടുത്ത് വരാറുള്ളത്. ഇന്ന് വരെ ഒരാളെ കയ്യിൽ നിന്നും ഒരു കാശ് പോലും ഇത്രയും വർഷത്തിനിടക്ക് ഞങ്ങളാരും വാങ്ങിയിട്ടില്ല. അങ്ങനെ കാശ് വാങ്ങിക്കൊണ്ട് സേവനം ചെയ്യേണ്ട ഒരു അവസ്ഥ അവിടെ വരികയാണെങ്കിൽ അന്നതോടുകൂടി ഞങ്ങളുടെ സർവീസ് അങ്ങ് നിർത്തിവെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരാൾ എന്ത് കാര്യം ചെയ്യാനാണെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ട പിന്തുണ കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൽ നിന്നൊരു പിന്തുണയിൽ മാത്രമേ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുള്ളൂ. ആ കാര്യത്തിൽ ഞാൻ പരിപൂർണമായിട്ടും ഭാഗ്യവാനാണ്. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അക്ഷരപതി എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ ഭാര്യയോ എൻ്റെ ഉമ്മയോ എൻ്റെ മക്കളോ എൻ്റെ വീട്ടുകാരോ ഒരു കാര്യത്തിൽ ഒന്നും എതിര് പറയാറില്ല. അവർക്ക് പൂർണ്ണ സമ്മതം മാത്രമേ ഉള്ളൂ. ഉപ്പ മരിച്ചിട്ട് 32 കൊല്ലമായി. പിന്നെ ഒരു ദിവസം അവനാണ് എല്ലാ കാര്യങ്ങളും കൊണ്ടെടുക്കുന്നത്. ഞങ്ങൾ കുടുംബങ്ങളുടെ എല്ലാം നോക്കാനൊക്കെ അവനാണ്. അതിലെത്താണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് തരുന്ന. എല്ലാവരുടെ കാര്യങ്ങളും നോക്കി ഇങ്ങനെ വേറെ സ്വന്തം കാര്യമായിട്ടൊന്നുമില്ല, എല്ലാവരുടെ കാര്യം നോക്കിക്കണ്ട് അങ്ങനെ ആളായിരുന്നു. അതേമാതിരി ഓൻ്റെ കാര്യം ഇങ്ങനെ സന്തോഷത്തിലിങ്ങനെ അവൻ്റെ ഇടയിലൊന്നും അസുഖമൊക്കെ ഉണ്ടായപ്പോഴേ ഇതിലൊക്കെ സന്തോഷത്തിലായിപ്പോൾ അവിടെ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ഇപ്പോൾ അതീത്തുണ്ടല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല സംതൃപ്തിയാണ്. പിന്നെ മക്കളും അതേപോലെ തന്നെയാണ്. അവരും ഇതൊക്കെ ഉൾക്കൊണ്ട് കണ്ട് തന്നെയാണ് ജീവിച്ചു പോരുന്നത്. അവർക്കും നല്ല വാപ്പ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ വാപ്പാക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഉപ്പാൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് ഞാൻ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളൊരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സജസ്റ്റ് ചെയ്തത് BSc നഴ്സിംഗ് എടുക്കുക. അതാകുമ്പോൾ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു. അത് കാരണമാണ് ഇപ്പോൾ BSc നഴ്സിംഗ് എടുത്തത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യണ പോലെ ഒരുപാട് പേർക്ക് സഹായം ചെയ്യാൻ പറ്റിയൊരു ഫീൽഡാണെന്ന് തോന്നുന്നു. ഉപ്പാൻ്റെ പേര് പറയുമ്പോൾ ഭയങ്കര പ്രൗഡായിട്ട് എല്ലാവരും ഫീൽ ചെയ്യുക. കാരണം ഉപ്പാൻ്റെ പേര് പറയുമ്പോൾ തന്നെ അവരൊക്കെ ഹമീദാക്കാൻ്റെ മോളാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡ് ഒരു ഹാപ്പി മൊമെൻ്റാണ് കിട്ടല്. പിന്നെ ഉപ്പ ചെയ്യണതിന് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരാൾക്ക് കാരണം സഹായം ചെയ്യുക എന്ന് പറഞ്ഞത് വളരെ നല്ല പ്രവൃത്തിയാണ്. പിന്നെ ഡെയിലി ഉപ്പ ഓരോ ക്ലാസ് എടുത്തു തരും. ഉപ്പാൻ്റെ ജീവിതത്തിൽ നടന്നത് അല്ലെങ്കിൽ അന്ന് നടന്നതിനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞുതരും. ഇൻഷാ അല്ലാഹ് ലൈഫിൽ അത് ചെയ്യണം എന്നൊരു ആഗ്രഹം, ഉപ്പാൻ്റെ പാത പിന്തുടരാൻ ആഗ്രഹം. പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം നിന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ലാഭമെന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞല്ലോ, ഈ 2002 മുതൽ ഏതാണ്ട് 23 വർഷമായി എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലം. അതായത് എനിക്കിപ്പോൾ 56 വർഷമായി. ഏതാണ്ട് എൻ്റെ 30 വർഷത്തിന് മുകളിലുള്ള എൻ്റെ ആയുസിൻ്റെ നല്ലൊരു ഭാഗവും ഇപ്പോൾ ഇന്നലെ രാവിലെ 7 മണിക്ക് 8-7 മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് 6 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. സമയത്തിന് ഭൂരിഭാഗം പോകുന്നത് അതിൻ്റെ അടുത്താണ്. ഇങ്ങനെയൊക്കെ സമയം ചെലവഴിച്ചുകൊണ്ട് ഇതാക്കിയിട്ട് നിനക്ക് എന്താണ് ഇതിൽ ലാഭം എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇത്. ഞാൻ രാവിലെ എണീറ്റ് 4 മണിക്ക് എണീക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 4 മണിക്ക് എണീറ്റ് രാത്രി ഒരു 10 മണിക്ക് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യും. ഇന്ന് രാവിലെ എണീറ്റിട്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. അത് തന്നെയാണ് എൻ്റെ ജീവിത നേട്ടവും. ഞാനൊക്കെ ചെയ്യുന്നതും മറ്റൊന്നും കൊണ്ടല്ല. ഞാനൊരു മതവിശ്വാസിയാണ്. എൻ്റെ മതത്തിൽ പറയുന്നതനുസരിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നത്. മതം പറയുന്നത് ഇതൊക്കെയാണ് മതം പറയുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക, നമ്മൾക്ക് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ കാര്യം ചെയ്തു കൊടുക്കുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം മാത്രമേ. In the quiet corridors of Manjeri Medical College, where life meets its final chapter, Hamid stands as a silent guardian of dignity. With each careful touch, each final cleansing, he reminds us that respect knows no religion and kindness sees no boundaries. The quiet act of love we leave behind,
This is Hamid's story, a story of devotion, a story of humanity, a story of janaza.